സമ്മറായല്ലേ ഗോപു, എന്തൊരു ചൂടാ. സമ്മറിൽ ആക്ച്വലി ഇല്ല, എനിക്ക് ടെൻഷനാ. എന്താന്നറിയോ? ഡീഹൈഡ്രേഷൻ, UTI, ഡിസിനസ്, ഫുഡ് പോയ്സൺ, ടൈഫോയിഡ്, എന്തൊക്കെ അസുഖങ്ങളാ വരുന്നേ. ഈ സമ്മർ ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കെയർ എടുത്താൽ എനിക്ക് തോന്നുന്നു സമ്മറിനെ ഇത്ര മാത്രം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം, സമ്മറിനെ എങ്ങനെ ഹാപ്പിയും ഹെൽത്തി ആയിട്ടും നമുക്ക് ഓവർകം ചെയ്യാമെന്ന്. ആദ്യത്തത് ഏറ്റവും ഈസിയസ്റ്റ് വണ്ണാണ് പ്രോആക്റ്റീവ് ഹൈഡ്രേഷൻ. ദാഹിക്കാൻ വെയിറ്റ് ചെയ്യണ്ട, വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. എന്താണ്, ഹ്യൂമിഡിറ്റി കാരണം എന്തായാലും ഇവിടെ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ ദാഹിക്കാൻ വെയിറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മൾ വെള്ളം കുടിക്കുന്ന സമയം കുറയും. അത് വെയിറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേറൊരു കാര്യം, എവിടെ പോകുമ്പോഴും നമ്മൾ നമ്മളെ ബോട്ടിൽ വെള്ളം കൊണ്ടുപോവുക. കഴിയുന്നതും സ്റ്റീൽ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിൽ യൂസ് ചെയ്യുക, പ്ലാസ്റ്റിക് വേണ്ട. പിന്നെ വെള്ളം മാത്രമല്ല, നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന സംഭാരം, നാരങ്ങ വെള്ളം, പിന്നെന്താണ്, കരിക്ക് വെള്ളം. കരിക്കിന്റെ വെള്ളം, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമ്മളെ നാച്ചുറൽ ആയിട്ടുള്ള ഡ്രിങ്ക്സ് കുടിക്കുക. നിറയെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നാൽ വളരെ നല്ലതാണ് സമ്മറിൽ. അതെ, ഗോപു പറയുന്നതിന്റെ കൂടെ ലൈറ്റും നാച്ചുറലുമായിട്ടുള്ള ഫാബ്രിക്സ് ഇടുക. എന്ന് പറഞ്ഞാൽ നാച്ചുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടൺ, ലിനൻ, അങ്ങനത്തെ കുറച്ച് ലൂസ് ഫിറ്റും ലൈറ്റ് കളേർഡ് ഡ്രസ്സും ഇട്ടിട്ട് ഇരിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇതെന്താന്ന് പറഞ്ഞാൽ ഈ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രീത്തബിൾ ആണ്. അപ്പം നമ്മളുടെ ഈ സ്വെറ്റിനെ ഇവാപ്പറേറ്റ് ചെയ്യാനും അതുപോലെ ബോഡി ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഈ ടൈപ്പ് ഓഫ് ഫാബ്രിക്സ് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ സിന്തറ്റിക് ഡ്രസ്സ് ഇട്ടു എന്ന് വിചാരിച്ചോളൂ, ഇത് ഒട്ടും ബ്രീതബിൾ അല്ല. അപ്പം നമ്മളുടെ ഈ സ്വെറ്റ് എല്ലാം ഉള്ളിൽ തന്നെ ഇവാപ്പറേറ്റ് ആവാണ്ടിരിക്കും. ദിസ് ഇൻ ടേൺ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ടെമ്പറേച്ചർ കൂട്ടും. അപ്പം അതുകൊണ്ട് കഴിക്കുന്നതിന്റെ കൂടെ തന്നെ, കുടിക്കുന്നതിന്റെ കൂടെ തന്നെ ഡ്രസ്സിലും ഒരു ശ്രദ്ധ വേണം. പിന്നെ ഒരു പോപ്പുലർ തിങ് ഉണ്ട് ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്ന SPF ഫോമിലുള്ള ക്രീംസ്, അല്ലെ? അതെന്താ പ്രശ്നം വെച്ചാൽ ചിലവർ പറയും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ എന്നിട്ടും എനിക്ക് വലിയ എഫക്റ്റീവ് അല്ലാന്ന്. അപ്പോൾ കുറച്ച് എഫക്റ്റീവ് മെത്തേഡ്സ് ഉണ്ട് ഈ SPF ക്രീംസ് യൂസ് ചെയ്യാൻ. ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ ബെനിഫിറ്റ്സ് എന്താ അറിയോ? നമ്മളുടെ ഏജിങ് കാരണം വരുന്ന റിങ്കിൾസ്, പിന്നെ സ്കിൻ ക്യാൻസർ, ഈ ഡിസ്കളറേഷൻ, സൺബേൺ, ഇതെല്ലാം അവോയ്ഡ് ചെയ്യാൻ ആക്ച്വലി കറക്റ്റ് യൂസേജ് ഓഫ് SPF ക്രീം നമ്മളെ പറ്റി സഹായിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് തിങ് SPF 50+ ഉള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി വാങ്ങുക. നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ക്രീം സെലക്ട് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, ജനറസ്ലി അപ്ലൈ ചെയ്യണം. കുറച്ചെടുത്തിട്ട് തേച്ചിട്ട് കാര്യമില്ല. എന്തോ ഫിംഗർ സൈസ് എന്നൊക്കെ പറയാ ആ അല്ലേ. അപ്പൊ ജനറസ്ലി അപ്ലൈ ചെയ്യുക. കൂടാതെ ഫേസ് മാത്രമല്ല, നമ്മളെ ഇയേഴ്സ്, ഹാൻഡ്സ്, നെക്ക്, അതായത് എക്സ്പോഷർ ഉള്ള എല്ലാ ഭാഗത്തും ഇത് അപ്ലൈ ചെയ്യാം. വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ ഒരു 15 to 30 minutes മുമ്പ് അപ്ലൈ ചെയ്തിട്ടാൽ ഇത് മോർ എഫക്റ്റീവ് ആണ്. കൂടാതെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു 2 hours കഴിയുമ്പോൾ നമ്മൾ റീഅപ്ലൈ ചെയ്യണം. ഇനി ഇൻ കേസ് നമ്മൾ നന്നായി സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്ന്, അപ്പം നമ്മൾ എക്സസീവ്ലി സ്വെറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഉടനെ ഈ ക്രീം അപ്ലൈ ചെയ്യണം. അപ്പം നമ്മൾ വെള്ളം കൊണ്ട് നടക്കുന്ന പോലെ തന്നെ ഈ ക്രീമും നമ്മുടെ ബാഗിലുള്ളത് നല്ലതാണ്. പിന്നെ ഇതൊരു ഹാബിറ്റ് ആക്കി മാറ്റുക. നമ്മൾ ബാക്കി പുറത്തേക്ക് പോകുമ്പോൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ ഒരു ഹാബിറ്റ് ഇല്ലേ, അതേപോലെ. അല്ലാണ്ട് ഇന്ന് ആലോചിച്ചു ഇന്നലെ ആലോചിച്ചിട്ടില്ലേ അങ്ങനെ പറയാതെ ഹാബിച്വൽ ആക്കി മാറ്റുക. SPF ക്രീം അപ്ലൈ ചെയ്യുന്നത് അതും വളരെ നല്ലത്. ഗോപു പറയുന്നത് ഒരു വളരെ വാലിഡ് പോയിന്റ് ആണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ വെളിയിൽ പോകുന്ന ടൈമും ഒന്ന് പതുക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ 11 AM to 3 PM ആണ് ഈ സൺറൈസും പിന്നെ UV റേസും ഒക്കെ ഭയങ്കര ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു ടൈമാണത്. അപ്പം ആ ടൈം കഴിവതും നമ്മൾ വെളിയിൽ പോകുന്നത് അവോയ്ഡ് ചെയ്യുക. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിന് മുമ്പേ വെളിയിൽ പോവുക, അല്ലെങ്കിൽ ഒരു 4-4:30 കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിൽ പോകുന്നത് എപ്പോഴും നല്ലതാണ്. അതുപോലെ തന്നെ ഈ 11 to 3 എന്നൊക്കെ പറയുന്ന ഒരു ടൈമിൽ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള വർക്കൗട്ട്സും ചെയ്യാണ്ടിരിക്കാനാണ് ഏറ്റവും നല്ലത്. ബിക്കോസ് ബോഡി ഡീഹൈഡ്രേറ്റഡ് ആവുകയാണ്. ആ ടൈമിൽ നമ്മൾ ഭയങ്കര ഹെവി വർക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വർക്കൗട്ട്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ അത് ബോഡിക്ക് വളരെ ബാഡായിട്ട് അത് എഫക്റ്റ് ആവും. അപ്പം ആ ഒരു ടൈമിൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള വർക്കൗട്ട്സും അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ കഴിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണം. ഈ സമയത്ത് നമ്മൾ അധികം സ്പൈസി, ഓയിലി, ഫ്രൈഡ് ഐറ്റംസ് ഒന്നും കഴിക്കാതെ കുറച്ചും കൂടി ലൈറ്റർ ഭക്ഷണം കഴിക്കുക. പിന്നെ കുറേ നല്ല വാട്ടർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സ്, ക്യൂക്കുംബർ, വാട്ടർമെലൺ, അങ്ങനെ. പിന്നെ തൈര് സാദം, നല്ലോണം മോര് ഒക്കെ കൂട്ടിയിട്ടൊക്കെ ചോറൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ യൂഷ്വലി നമ്മൾ ഹെവി ഫുഡ് കഴിക്കുമ്പോൾ ബോഡി ഒരുപാട് എനർജി യൂസ് ചെയ്യുന്നുണ്ട് ഡൈജസ്റ്റ്യനൊക്കെ. അപ്പോൾ എന്താ, ടെമ്പറേച്ചറും ബോഡിയുടെ ഇൻക്രീസ് ആവുന്നുണ്ട്. പകരം നമ്മൾ കുറച്ചും കൂടി മൈൽഡ് ഭക്ഷണം കഴിക്കുമ്പം ബോഡീൻ്റെ വർക്ക് കുറച്ചും കൂടി കുറയും.
ആ. ഇതുപോലെ ബോഡി കുറച്ച് സിഗ്നൽസ് തരൂട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ചൂട് ഒട്ടും സഹിക്കാൻ പറ്റാണ്ടിരിക്കുമ്പത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഡിസിനെസ് വരും. അതുപോലെ ഹെഡേക്ക്, സിവിയർ ഹെഡേക്ക് ആയിരിക്കും, സിവിയർ ടയർഡ്നെസ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ബോഡി തരുന്ന ചില സിഗ്നൽസ് ആണ് ദാറ്റ് ചൂട് നമ്മളെ വല്ലാണ്ട് എഫക്റ്റ് ആക്കുന്നുണ്ടെന്ന്. അപ്പം ഇതിന് കുറച്ച് കൂളിംഗ് ഡൗൺ ടെക്നിക്സും കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ പൾസ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസ്റ്റ്, നെക്ക്, നീ ബാക്ക് അവിടെയൊക്കെ നമ്മൾ ഈ ജലദോഷം, പനിയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ സ്പഞ്ച് ചെയ്യില്ലേ? അതുപോലെ തന്നെ കോൾഡ് വാട്ടറും കൊണ്ട് സ്പഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ പെട്ടെന്ന് തന്നെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ്. അപ്പം ഈ സമ്മറിൽ വേണമെങ്കിൽ അതും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തോളൂ. അതെ. ഇതിപ്പോ പുതിയ ഇൻഫർമേഷൻ ഒന്നുമല്ല. ഫ്രം വൺ ഫ്രണ്ട് ടു അനദർ ഫ്രണ്ട് പോലെ ഞങ്ങൾ നിങ്ങൾക്കൊക്കെ ഒരു ഹംബിൾ റിമൈൻഡർ തരികയാണ്. ഈ സമ്മർ നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാം. നമ്മളെ മൂഡൊക്കെ നല്ല എലിവേറ്റഡ് മൂഡാക്കി വെച്ച് ഹാപ്പി ആയിട്ട് സമ്മർ നമുക്കൊരു ബ്ലെസ്ഡ് സമ്മർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞി ടെക്നിക്സ് ആണ്. സോ ഡോണ്ട് ഫർഗെറ്റ് ടു കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. കീപ് വാച്ചിങ് എക്കോസ് ഓഫ് ഹർ വേ. റൺ ആൻഡ് ഗോ.